അറിഞ്ഞില്ലേ നിങ്ങള്? ഡബിൾ മീനിങ് ജോക്സ് കാര്യങ്ങളൊന്നും പറയുന്ന അത്ര പ്രശ്നമോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഈ രണ്ട് ആൾക്കാർ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര ഒരു അരോചകത്വം നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇവനാള് കൊള്ളാലോ. പെൺകുട്ടികളാവുമ്പോഴത്തേക്കിന് ഒരു ക്യൂട്ട്നെസ് എവിടെയൊക്കെ തോന്നുന്നതുകൊണ്ടാണ് അത്രത്തോളം ആൾക്കാർക്ക് ഇവരുടെ ഒരു ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ അത്ര വലിയ അരോചകമായിട്ട് വലിയ ഫീൽ ചെയ്യാതെ. സ്വാഭാവികം. ഞാനാകെ 3 കൊല്ലം ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. ഇതൊക്കെയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ അമ്മയെ നാട്ടിച്ച് അത് വർക്കാവള്ള എന്തോ തകരാറുണ്ട്. ഇറങ്ങിയിട്ട് ഡോക്ടറെ കാണിക്കാം. ഇവനൊക്കെ ജനിച്ചതിന് ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. ഇല്ലാന്നുള്ളതാ ഞാൻ പറയുന്നുണ്ട്. സൗണ്ട് ഉണ്ടാവില്ല എന്നാണ്. വിരലില്ല. രണ്ടുമില്ല വരലേ ഇല്ല. അയ്യേ, ഇവര് ഈ വാഗുണ്ടല്ലോ ഇവിടെ ചോറുന്നു. എനിക്ക് അറിയാൻ മേലെന്ന് ചോദിക്കുന്നത് ഒരുമാതിരി വൃത്തികെട്ട വർത്താനം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ആദിൽ ഇവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. 3 കൊല്ലമായിട്ട് എനിക്ക് കീഴായി, അതായത് വളി പോകുന്നില്ല എന്നാണ് നമ്മുടെ ആദിൽ ഇവിടെ പറയുന്നത്. അയ്യന്റെ മോനെ, ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ഡോക്ടറെ കാണിക്കണം, എന്റെ വാലൊക്കെ അടഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ റെനെ അവിടെ പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറയുന്നത് സൗണ്ട് ഇല്ലാത്തതാണോ വരാത്തതാണോ പറഞ്ഞില്ല, വരലേ ഇല്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആദിലെടുത്ത് പറയുന്നത് സത്യമായിരിക്കും. ആദിൽ പറഞ്ഞ സത്യമാണ്. കാരണം ഈ ദുർഗന്ധമെല്ലാം ഇപ്പൊ കീഴിൽ കൂടെ അല്ല, വായ്പൂടെയാണ് നീ വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഞങ്ങളിങ്ങനെ പക്ഷെ ഞാൻ അവളുടെ കൂടെ കൊടുക്കും. ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടെ ഒരു മുറിയിൽ കഴിഞ്ഞു എന്നെങ്ങാനും പുറത്തറിഞ്ഞ അയ്യോ തീർന്നില്ലേ. ആരാണ് ഇത് സൗണ്ടിൽ അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പൊട്ടിപ്പോയിക്കുന്നത്. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ആരും ഇല്ലാത്തപ്പോ ഇടക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇടക്കിടക്ക് പെട്ടെന്ന് എന്നിട്ട് ഞാൻ അഭിനയിക്കും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാ? റെന ഫാത്തിമനെ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ നേരെ ഡ്രസ്സിംഗ് റൂമിൽ കയറി. അതാകുമ്പോ അങ്ങോട്ട് ആരും വരൂല, ക്യാമറ ഇല്ല, നൈസായിട്ട് അവിടെ ഇമോഷൻസ് നിങ്ങൾക്ക്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി പോയി. രണ്ടുപേരെ ഒരു ചീപ്പെടുക്കുന്ന പോലെയല്ല, തലയിരുന്ന പോലെയല്ല. ഒരാൾക്കും തലയിരാലോ. ഒരു പൂശ വെച്ചോണ്ടല്ലോ പോത്തെ. എന്തൊക്കെയാണ് നടക്കുന്നേ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. 2 പേർ ചേർന്ന് സിസർ കട്ട് അടിക്കുന്നതും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പെനാൽറ്റി വെച്ചിട്ട് ഗോൾ ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ അടിക്കുന്നത് ഉള്ളൊരു സംഭവം ഉദ്ദേശിച്ചത്. ഞാൻ ഫുട്ബോളിന്റെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചത്.